അപ്പോൾ ഈ ഡയബറ്റിസ് ക്യൂറബിൾ? ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നിലേ പോകുള്ളൂ, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. ഈ വണ്ണത്തിന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ തകർക്കാം. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഒരു ചോദ്യം വരുന്നു. ഷുഗർ കട്ട് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബീയിങ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദിസ് ഏരിയ, അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താ? അതിൽ ഞാൻ യോജിക്കുന്നില്ല. ബ്രൗൺ ഷുഗർ, ജാഗ്രി, തേന് ഇതൊക്കെ ഉപയോഗിക്കും. പഞ്ചസാരയുടെ അത്രയും ഡാമേജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഈക്വൽ ഡാമേജ് ആണ്. അതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈ ഡയബറ്റിക് വരാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ഒരു കാര്യം മഞ്ജു ഓർത്തോ, മുടി തൊട്ട് കാലിൻ്റെ അറ്റം വരെ നഖം വരെ പ്രമേയം ബാധിക്കും. ഓക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സാമന്തയുടെ ഒരു പോഡ്കാസ്റ്റ് കണ്ടതാണ്. ആൾക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ വന്നതിന് ശേഷം ഹെൽത്ത് ടോക്സ് കുറേ നടത്തുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ്, ആളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ആ ഡിവൈസ് ഉണ്ടായിരുന്നു, സെൻസർ ഉണ്ടായിരുന്നു, ഈ ഷുഗർ സ്പൈക്ക് ഗ്ലൈസിമി ഇൻഡെക്സ് നോക്കാനുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ്, വൺ തിങ് ദാറ്റ് ഷീ ഹാസ് നോട്ടിസ്ഡ് ഇസ് ദാറ്റ് ഭക്ഷണം കഴിക്കുന്നത് എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഇത് ഏത് ഓർഡറിൽ കഴിക്കുന്നു എന്നുള്ളത് ആക്ച്വലി ഷുഗർ സ്പൈക്ക് കുറയ്ക്കും എന്ന്. അതായത് ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ ഷുഗർ സ്പൈക്ക് കൂടും, ആദ്യം ഫൈബർ, ദെൻ പ്രോട്ടീൻ ആൻഡ് ദെൻ കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ കഴിച്ചാൽ ഒറ്റയടിക്ക് ഷുഗർ കയറുന്നത് നിൽക്കുന്ന. ആബ്സല്യൂട്ട്ലി 100%. ഇപ്പോൾ നമ്മളൊന്ന് ചിത്രീകരിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പം സാലഡ്, തോരൻ, ഇങ്ങനെ ആദ്യം അത് എടുക്കുക. ആദ്യം ഒരു ഗ്ലാസ് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് ഇതെടുക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചിക്കനോ കുറച്ച് പ്രോട്ടീൻ, ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഒരു പീസ് എടുക്കുക. അവസാനം വരണം ചോറ്, കാർബോഹൈഡ്രേറ്റ്. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഇറ്റ് വർക്ക്സ് മാജിക്. ഓ ആണോ? ഡെഫിനറ്റ്ലി. ഓ, അപ്പം അതായത് ഈ ഡയറ്റ് ഫ്രണ്ട്ലി ഫുഡ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനത്തിന്റെ ഈ ഓർഡർ ഒന്ന് മാറ്റിയാൽ ഒരുപാട് നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓർക്കാനും എളുപ്പമല്ലേ? അതെ, സത്യം, ശരിയാണ്. അതുപോലെ ഇപ്പം നമുക്ക്, അതായത് യൂഷ്വലി ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് പായസമൊന്നും ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് കൊടുക്കില്ലല്ലോ. പക്ഷെ ഇപ്പം നമുക്ക് ഷുഗർ ഫ്രീ പായസം, ഷുഗർ ഫ്രീ കേക്കുകൾ, ഷുഗർ ഫ്രീ മഫിൻസ് അല്ല, ഇതൊക്കെ കിട്ടും. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി സേഫ് ആണോ ഈ ഷുഗർ ഫ്രീ ഫുഡ്സ്? തീർച്ചയായിട്ടും. അത് ബട്ട് യു ഹാവ് ടു, ഇത് ആരുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ വി ഹാവ് ടു അതിനെക്കുറിച്ചും കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. ബിക്കോസ് പലപ്പോഴും ഈ ഷുഗർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത് ഒരു കമേഴ്ഷ്യൽ ലെവലിൽ വരുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറയാം. ബ്രൗൺ ബ്രെഡ് ഇസ് ഹോൾ ഗ്രെയിൻ ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ്. അതുകൊണ്ടാണല്ലോ അത് ബ്രൗൺ ആയിട്ടിരിക്കുന്നത്. പക്ഷേ കമേഴ്ഷ്യൽ പേർപ്പസിന് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇവർ ജാഗ്രിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കളർ മാറ്റും, കാരമലൈസ് ചെയ്ത് ഇത്. ബിക്കോസ് ബ്രൗൺ ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പം ഇപ്പം ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര റെഗുലേറ്റഡ് അല്ല. ശരിയാണ്, ഇപ്പം പായസം നമുക്ക് മില്ലറ്റ് വെച്ച് ഉണ്ടാക്കാം ആൻഡ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ച് ഉണ്ടാക്കാം. ആൻഡ് ട്രസ്റ്റ് മീ, റിയലി ടേസ്റ്റി. നമുക്കിത് തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് സ്വീറ്റ്നസ്, സുക്രലോസ് എന്നൊക്കെ പറഞ്ഞ സ്വീറ്റ്നസ് ഉണ്ട്. അത് മധുരം പോലെ തന്നെ ഇരിക്കും, ബട്ട് ഇറ്റ് ഡസ് വണ്ടേഴ്സ്. സോ തീർച്ചയായിട്ടും അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു റിലയബിൾ സോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുക. ഈ ഒരു പ്രൊപ്പോർഷനിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഫാന്റാസ്റ്റിക്. തീർച്ചയായിട്ടും ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഭാവിയിൽ ഇതേപോലെ ഷുഗർ ഫ്രണ്ട്ലി. ആൻഡ് നമ്മളിപ്പം ഐ എം ഗ്ലാഡ് ദാറ്റ് നമ്മൾ ഈ ഭക്ഷണത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയബറ്റീസ്, ബിക്കോസ് ഡയബറ്റീസിൻ്റെ ഒരു മൂലക്കല്ലാണ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു മൂലക്കല്ലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഹാക്സ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ നമ്മൾ തീർച്ചയായിട്ടും, ബട്ട് വാലിഡേറ്റഡ് മീൻസ് വെറുതെ നമ്മൾ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, പ്രോപ്പർ സയൻസ്, പ്രോപ്പർ പീപ്പിൾ വാലിഡേറ്റഡ് ആണെങ്കിൽ ആൻഡ് ഭാവിയിൽ ഇതേപോലെ നമ്മൾ മഫിൻസും ഇതൊക്കെ നമുക്ക് ഒരു പ്രമേയ രോഗിക്ക് ഒന്നും ഡിപ്രൈവ്ഡ് ആവേണ്ട ആവശ്യമില്ല മുന്നോട്ട് പോകും തോറും. ഇഷ്ടമുള്ളതൊന്നും വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ബട്ട് യു ഹാവ് ടു ഡു എ ലിറ്റിൽ മോർ റിസർച്ച്. കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഷുഗർ ഫ്രീ ഡയറ്റ് അല്ലെങ്കിൽ നോ ഷുഗർ, കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബീയിങ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദിസ് ഏരിയ, അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താ? അതിൽ ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞോട്ടെ മഞ്ജു, അതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കംപ്ലീറ്റ് ഷുഗർ ഫ്രീ ഡയറ്റ് നമ്മൾ പോയാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമുക്ക് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അത് കിട്ടണ വരെ നമ്മൾ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചാടി കയറും. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ഡാമേജ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിനിമൽ ക്വാണ്ടിറ്റി അതിന് കൊടുക്കുക. സോ യുവർ ഇപ്പോൾ നമ്മളൊരു കപ്പ് കോഫി, അതിൽ കുറച്ച് ഷുഗർ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആൻഡ് യു ആർ ഹാപ്പി. നമ്മൾ അതിനെ നമ്മുടെ ബ്രെയിനെ ഡിപ്രൈവ് ചെയ്ത് അവസാനം
എന്തുണ്ടാവും, ഒരു ദിവസം ഒരു 2-3 ലഡു കാണുമ്പോൾ ഓക്കെ നമ്മളിത് ഇതെല്ലാം ഇത് ചെയ്തു, മടുത്തു എന്ന് അത് പറഞ്ഞാൽ അപ്പോൾ ഇറ്റ് ഡസ് സോ മച്ച് മോർ ഡാമേജ്. അപ്പോൾ ഞാൻ പറയാം എനിക്ക് എല്ലാം ഇൻ മോഡറേഷൻ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ യുക്തി. ഈ അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ, ജാഗ്രി, തേന് ഇതൊക്കെ ഉപയോഗിക്കും. പഞ്ചസാരയുടെ അത്രയും ഡാമേജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എല്ലാത്തിനും ഈക്വൽ ഡാമേജ് ആണ്, ഒന്നിനും ഒരു കുറവില്ല. ഓൾ ആർ ഈക്വൽ. സോ യു ഷുഡ് ഇപ്പോൾ ഇത് മാറ്റി ഇതിന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഐ യു ബെറ്റർ ഓഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല. ജാഗ്രിയും എല്ലാം ഈക്വലി ഡേഞ്ചറസ് തന്നെയാണ്. ഓ ആണോ? ഓ സീ. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, ഡോക്ടറുടെ ഒരു ഡയറ്റ് എങ്ങനെയാണ്? എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ഇഫ് ഐ എം കംഫർട്ടബിൾ ഐ ഹാവ്, ബട്ട് ഐ ട്രൈ ടു മോഡറേറ്റ് ബിക്കോസ് എനിക്കറിയാം ദാറ്റ് യുനോ ഐ ഷുഡ് നോട്ട് ഓവർ ഷൂട്ട്. സോ ഐ ട്രൈ ടു യുനോ I'm a vegetarian. I've given up meat completely. Why? Because I feel cruelty to animals, cruelty, and I'm So are you vegan concerned. No, I have egg. Okay. I have egg because I believe that you know livestock consumes too much or it produces a lot of greenhouse gases. അതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇത്, അതുകൊണ്ട് ഐ chose to become vegetarian. ഡോക്ടർ നോളജ് ഇല്ലാത്ത ജീവിതം. എനിക്ക് ഐ റിയലി എൻജോയ്. ഐ ഫീൽ ലൈക്ക് when I have given up something, I feel എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് that feeling is great. And എനിക്ക് I don't miss it. Because I feel every time I give up, I feel I'm contributing നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കുറയ്ക്കാനൊരു എൻ്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഹെൽത്തി ബിക്കോസ് ആനിമൽ ഫാറ്റ് എപ്പോഴും മോശമാണ്, കൊളസ്ട്രോളും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ മധുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം നോട്ട് അത്ര എനിക്കൊരു ഒരു സ്വീറ്റ് ടൂത്ത് ഇല്ല. ഐ എം നോട്ട് ഇൻ ടു സ്വീറ്റ്സ് ദാറ്റ് മച്ച്. അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഡയബറ്റീസ് വന്ന ആൾക്കാരെ കണ്ട് സംഭവിച്ചാണോ? No, but maybe health reasons because I know that calories, caloric value ഭയങ്കര ഹൈ ആയിരിക്കും ഈ സ്വീറ്റ് ആൻഡ് സ്റ്റഫ്. സോ ഐ കോൺഷ്യസ്ലി അവോയ്ഡ്. ഈ ഇപ്പോൾ സിൽവർ ലൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു എൻഡോക്രൈനോളജി. നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസിലും വി ഹാവ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എൻഡോക്രൈനോളജി. എന്തിനാണ് ആക്ച്വലി അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസേഷനിൽ ഒരു ഹോസ്പിറ്റൽ ഐ നീഡ്, ഞാനിത് തുടങ്ങുകയാണെന്നുള്ള തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നി കുറേ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്സ് ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് നമ്മളിപ്പം ഞാൻ ട്രെയിൻ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പേഷ്യൻ്റാണ്, ഒരു ഫയലാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ടൈമില്ല, ആർക്കും ടൈമില്ല. പിന്നെ ഒരു മൾട്ടി മോഡൽ പല ഇപ്പോൾ ന്യൂട്രീഷൻ, ഡയബറ്റീസ് എഡ്യൂക്കേഷൻ, നെഫ്രോളജി, കാർഡിയോളജി ഇവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ആർക്കും സമയമില്ല. സോ ദേ ഓൾ ട്രീറ്റ് ദീസ് പീപ്പിൾ ആസ് ഇപ്പോൾ ഒരു നെഫ്രോളജിസ്റ്റ് കാണുമ്പം ഓക്കെ ഡയബറ്റിക് കിഡ്നി ഡിസീസാണ്, പക്ഷേ ഈ നെഫ്രോളജിസ്റ്റ് എൻഡോക്രിനോളജിയായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അതേപോലെ കാർഡിയോളജിസ്റ്റ് ഇതും. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറേ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്സ് ഐ വാസ് നോട്ട് ഹാപ്പി. സോ ഐ ഫെൽറ്റ് അതായത് റൂട്ട് കോസ് അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. റീസൺ അത് മാത്രമല്ല പലപ്പോഴും പേഷ്യൻ്റ് തന്നെ എനിക്ക് തോന്നുന്നു പേഷ്യൻ്റ് തന്നെ സംശയമായിരിക്കും ഇത് എന്താ ഇവിടെ നടക്കണേ, ഇത് എന്നെ ആരാ ചികിത്സിക്കുന്നത്, എനിക്ക് എന്താ വേണ്ടേ. ഇത് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ഡോക്ടർ കാണുന്നു. വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു പ്രാവശ്യം ആ സെയിം ഡോക്ടർ ഒരു പ്രാവശ്യം കാണാൻ പറ്റില്ല. അപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് വി നീഡ് ടു കുറേയും കൂടെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഒരാളുടെ ഒരു പേര് വിളിച്ച് എനിക്ക് അറിയാൻ പറ്റുമെങ്കിൽ, അതേപോലെ എൻ്റെ ടീം മെമ്പേഴ്സിനെയും അതേപോലെ അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ. സോ ആ ഒരു തോട്ട് കൊണ്ടാണ് ഞാൻ സിൽവർ ലൈൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീം ബേസ്ഡ് അപ്രോച്ചായിട്ട് ഇതിനൊരു വ്യത്യസ്തമായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അപ്പം നമുക്ക് മരുന്നുകളുടെ ആവശ്യങ്ങൾ, ബിക്കോസ് ഞങ്ങളെല്ലാം ഇപ്പോൾ കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് ഇവരെല്ലാം ഞങ്ങൾ ഒരു ജസ്റ്റ് എ കോൾ അവേ ആൻഡ് വി interact with all of them. ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻറ്റ് കിഡ്നി പ്രോബ്ലം ആയിട്ടാണോ ഹൃദ്രോഗമായിട്ടാണോ അല്ലെങ്കിൽ ഇതായിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോ വി മേക്ക് ബെറ്റർ ഡിസിഷൻസ് ആൻഡ് പേഷ്യൻറ്റിനും ആ ഒരു ഫീല് കിട്ടും ദാറ്റ് ഡോക്ടർ ആൻഡ് കംപ്ലീറ്റ്ലി ഒരു കോംപ്രിഹെൻസീവ് ഇതാണെന്ന് മനസ്സിലാവും. ആൻഡ് പലപ്പോഴും ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അത് കിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല, മീൻസ് ആ ഒരു ഷിയർ വോള്യൂം ഓഫ് ദ തിങ് അവർക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. How do you feel now? After all these years, how do you feel? Fantastic, because ഇപ്പോൾ സിൽവർ ലൈൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇടയ്ക്ക് 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് 1 lakh പ്ലസ് ഇപ്പോൾ 1 lakh ഓൾമോസ്റ്റ് 10,000 പേഷ്യൻസ് ആയി ഈ ചെറിയ കാലയളവിൽ. ഇൻഡിവിജ്വൽ ഞാൻ പറയുന്ന പോലെ ആൻഡ് ലോട്ട് ഓഫ് ദം ഐ നോ ദെയർ നെയിംസ് ഈവൻ. അത്രയ്ക്കും തീർച്ചയായിട്ടും, ബിക്കോസ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഈ 15 വർഷത്തിൽ ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഐ നോ, പക്ഷേ സ്റ്റിൽ ഒരൊറ്റ കേസ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് യു സ്റ്റിൽ റിമെമ്പർ, അത് ഇനിയും അങ്ങോട്ടൊരു എത്ര കാലം ചോദിച്ചാലും
ചോദിച്ചാലും ഓർമ്മ വരുന്ന ഒരൊറ്റ കേസ് ഫ്രം യോർ കരിയർ ചോദിച്ചാൽ ഏതാ പറയാ? സോ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഷ്യൻറ്റ് ഒരു റുട്ടീൻ സ്ക്രീനിങ് ആയിട്ട് വന്നതാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഷുഗേഴ്സ് അത്ര കൺട്രോൾ ആയിരുന്നില്ല. ആൻഡ് എനിക്ക് തോന്നി ഈ പേഷ്യൻറ്റിന് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു നമുക്ക് ഒന്ന് സ്ക്രീൻ ചെയ്യണം, ഒരു എക്കോ TMT ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി കേട്ടു, പോയി എക്കോ TMT ചെയ്തു. ട്രെഡ്മിൽ ചെയ്തപ്പം പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആൻജിയോഗ്രാം ചെയ്യണം, ബിക്കോസ് പോസിറ്റീവ് ആണ്, നിങ്ങൾക്ക് താങ്കൾക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വളരെയധികം ഉണ്ട്. അപ്പോൾ പുള്ളി പ്രോംപ്റ്റായിട്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. 3 ബ്ലോക്ക് 90% അവർ സ്റ്റെൻഡ് ചെയ്തു, മീൻസ് പ്രോപ്പറായിട്ട് ഇത് ചെയ്തു. അത് ചെയ്തു. ഈ പേഷ്യൻ്റ് എന്നെ തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ ശേഷം പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടർ അന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു. സത്യം 90%. സോ അതുകൊണ്ട് അത് മാത്രമല്ല, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഇതേപോലെ ഞങ്ങൾക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പേഷ്യൻ്റ് എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു സിൽവർ ലൈൻ നമ്മളിപ്പോൾ ഈ ഓരോ ഇതും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോർഡിനേറ്റഡ് മാനർ, ഇൻറ്റഗ്രേറ്റഡ് മാനർ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്കിത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ലോൺ ഇതിൽ പോയി കഴിഞ്ഞാൽ അവർ ഇതൊന്നും ചെക്ക് ചെയ്യാനും പോകുന്നില്ല, അറിയാൻ, ബിക്കോസ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ സമയമില്ല. സോ അങ്ങനെ ഇങ്ങനത്തെ എത്രയോ കേസുകൾ. പക്ഷെ എൻ്റെ ഇത് എപ്പോഴും ആ ഒരു നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് and I can see that in his eyes, and so that made me feel good. And no prize or no gift in this world will equal that high that I got. തീർച്ചയായിട്ടും. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ഐ എം കമ്മിങ് ടു സിൽവർ ലൈൻ ഹോസ്പിറ്റൽ, അവിടെ പിന്നെ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ദർ? പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ഓഫ്കോഴ്സ് ഞങ്ങൾ ഇപ്പം സാധാരണ ഇങ്ങനെയുള്ളവർക്ക് അമിതവണ്ണവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രൈമറിലി. സോ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ഞങ്ങളുടെ വി ഗോട്ട് ആൻ എക്സലൻറ്റ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ദേ വിൽ ഹെൽപ്പ് യു. ഞങ്ങൾ ഈ വെയിറ്റ് എവിടെയാണ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തതിനൊക്കെ ഞങ്ങളത് ഇത് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കും. അത് സോ വി വിൽ ടെൽ യു, ആൻഡ് ദെൻ പീരിയോഡിക്കലി നമുക്ക് മോണിറ്റർ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരു ഇതായി എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഓക്കെ വരാം. അപ്പോൾ അവർ കുറേയും കൂടെ കോഷ്യസ് ആയിട്ട് ജാഗ്രതയോടുകൂടി അവർ ജീവിക്കും. പിന്നെ ഞങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പിന്നെ അവർ വരും, ബിക്കോസ് അവർക്കറിയാം ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നു എപ്പോഴെങ്കിലും ആയിട്ട് വരാൻ സാധ്യത. അതുപോലെ ഞങ്ങൾ കൗൺസിൽ ചെയ്ത് വിടും ഇൻ പ്രീ ഡയബറ്റിക് പീപ്പിൾ. അതല്ല ഡയബറ്റിക് ആണെങ്കിൽ കുറേയും കൂടെ ഇൻറ്റൻസീവ് ആയിട്ട്, ബിക്കോസ് നമ്മൾ ഒരു ഇത് മറ്റേ സ്റ്റേജ് ഓഫ് അവരുടെ ഒരു കോംപ്ലിക്കേഷൻസ് ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഏതൊരു കാലയളവിലാണ് അവർ സ്ക്രീൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കിഡ്നി ഈ ഒരു കാലയളവ്, കാലിൻ്റെ സ്പർശ രക്തോട്ടം, കണ്ണ്, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, എക്കോ TMT, ഹൃദ്രോഗത്തിന് സാധ്യതയുണ്ടോ. അപ്പോൾ ഇതെല്ലാം പീരിയോഡിക്കലി, ആ പീരിയോഡിസിറ്റി ഞങ്ങൾ ഡിപ്പെൻഡിങ് ഓൺ ദി ആ ഒരു എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. തീർച്ചയായിട്ടും വേണമല്ലോ, എന്നാലല്ലേ സപ്പോർട്ടിംഗ് ആയിട്ട് കാർഡിയോളജി, നെഫ്രോളജി, ഡെന്റൽ, ഓഫ്തൽമോളജി, ഇതെല്ലാം വേണ്ടേ നമുക്ക്. ഇതെല്ലാം ഈ അവയവങ്ങളൊക്കെ പ്രമേയം ബാധിക്കുമല്ലോ. ഈ ഇപ്പം നമ്മൾ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, പക്ഷേ എന്തൊക്കെയാണ് ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ്? ഒരു കാര്യം മഞ്ജു ഓർത്തോ, മുടി തൊട്ട് കാലിൻ്റെ അറ്റം വരെ, നഖം വരെ പ്രമേയം ബാധിക്കും ജനറലി. പക്ഷേ നമ്മൾ മോളിൽ നോക്കുകയാണെങ്കിൽ കണ്ണ്, അന്ധതയ്ക്ക് ഏറ്റവും കോമൺ കോസ് ഡയബറ്റീസ് ആണ്. പിന്നെ താഴോട്ട് മോണ എടുക്കുക, ജിഞ്ചിവൈറ്റിസ്, ഡെന്റൽ ലോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറ്റേ പല്ലിൻ്റെ ഡെന്റലിസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പല്ലില്ലാണ്ട് പല്ലുകളൊക്കെ വീണു പോവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. അത് പെരിഡോണ്ടൈറ്റിസ് കൊണ്ടാണ്. പിന്നെ ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്സ്, ഹൃദയാഘാതം, ഹാർട്ട് ഫെയിലിയർ, ഇതെല്ലാം വളരെ കോമൺ ആണ്. പിന്നെ അതിൻ്റെ താഴോട്ട് പോകണമെങ്കിൽ വൃക്ക, കിഡ്നി ഫെയിലിയർ, അത് ഏറ്റവും ഡ്രെഡഡ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഒരു പേഷ്യൻ്റ് വന്ന് തന്നെ ഡോക്ടർ എൻ്റെ കിഡ്നി ആദ്യം, വേറെ എന്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കിഡ്നി പോയ പ്രശ്നമാണെന്നുള്ള ഒരു ഇതാണ്. അത് തീർച്ചയായിട്ടും കിഡ്നി ഒരു വലിയൊരു ഇതാണ്. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞരമ്പുകൾ, കാൽമേലത്തേക്ക് രക്തോട്ടം, അപ്പം ഡയബറ്റിക് ഫുഡ് അറിയാമല്ലോ, നമ്മൾ വ്രണം വന്ന് പിന്നെ പലപ്പോഴും നമുക്കത് സേവ് ചെയ്യാൻ പറ്റാണ്ട് ആംപുറ്റേഷൻസ്, അങ്ങനെ ഒരുമാതിരി സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ മുടി തൊട്ട് ഇതുവരെ നഖം വരെ ഏത് അവയവം ആബ്സല്യൂട്ട്ലി ക്യാൻ എഫക്ട് എവറി പാർട്ട് ഓഫ് അവർ ബോഡി. ബട്ട് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കുറേയും കൂടെ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആക്ച്വലി ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പറ്റുമോ? ഇനി ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് അത് നല്ലതാണോ? അതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഈ ഡയബറ്റിക് വരാനുള്ള
ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ബിക്കോസ് തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മൾ തന്നെ ഒരു കൺട്രോൾ വരും, അതിനെല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവർക്കും ഒരു പക്ഷേ ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പറ്റില്ല. ബിക്കോസ് പലരും ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഞങ്ങൾ ഇൻസുലിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടാവും അതൊക്കെ. അപ്പോൾ അത് അവർക്ക് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വരുമ്പം ബിക്കോസ് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഷുഗർ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഞങ്ങൾക്ക് അഡ്വൈസബിൾ ആയിരിക്കില്ല. സോ എന്നാലും ഡയബറ്റിക് പേഷ്യൻസിൽ 1% ആൾക്കാർക്ക് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ഞങ്ങൾക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാം, മരുന്നുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അതുകൊണ്ട് ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇൻ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ച്, തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതൊരു വളരെ നല്ലൊരു ഡിസിപ്ലിൻ അവർക്ക് വരുത്തും. ഈ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഡയബറ്റീസ് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് അയാളുടെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അയാൾ ഡയബറ്റിക് അല്ലാണ്ട് അത് റിവേഴ്സിബിൾ ആണ് ഒരു പരിധി വരെ. പക്ഷേ നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ്, ഓവർ വെയിറ്റ് കുറയും റിവേഴ്സ് ചെയ്യാന്നൊക്കെ. പക്ഷേ ഇത് കുറയ്ക്കാൻ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് നമ്മൾ അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ബോഡി വെയിറ്റ് കുറയണേ. അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 kilos 10 kilos എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. ബട്ട് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഞാൻ പറഞ്ഞല്ലോ ഇത് തടുത്ത് നിർത്താം. സോ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്നത് ആക്ച്വലി അത് തടുത്ത് നിർത്താം. ഇറ്റ്സ് നോട്ട് ക്യൂർ. അത് മാത്രമല്ല ഡയബറ്റീസ് ക്യൂർ അല്ല, ഇറ്റ് ഈസ് ഓൺലി എ റിവേഴ്സൽ. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് നിർത്തി എന്നുള്ളതാണ്. ഡയബറ്റീസ് ക്യൂർ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വെയിറ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ വരും. ഡയബറ്റീസ് ക്യൂറബിൾ? നോ, it can be managed. It's not cured. Cannot be cured എന്ന് പറയുന്നത് മഞ്ജു, നമ്മൾ ഈ ഡ്രമാറ്റിക് വെയിറ്റ് ലോസ് എന്ന് ഉദ്ദേശിച്ചത് യു ആർ ടോക്കിംഗ് അബൌട്ട് ഈ വളരെ അമിതവണ്ണമുള്ള ആൾക്കാർ നമ്മൾ ഒരു 20-25 കിലോ കുറയ്ക്കുക. അങ്ങനെ വരുമ്പം റിവേഴ്സിബിൾ ക്യൂർഡ് എന്നൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെ സമൂഹത്തിൽ നമ്മൾ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? സോ ഇറ്റ്സ് വെർച്വലി ഇമ്പോസിബിൾ. അപ്പോൾ വൺസ് ഒരാൾ ഡയബറ്റിക് ആയാൽ ലൈഫ് ടൈം ഹീസ് ഡയബറ്റിക്, അങ്ങനെയാണോ? യാസ്. ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഇത്ര നമ്മൾ ഹൊറബിളായിട്ട് സൗണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. യു കൻ ഈസിലി മാനേജ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഇതിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ചിന്തകൾക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കിതിന് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഇൻ ഓൾ ഹ്യൂമിലിറ്റി നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ, ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി അത് തിരിച്ചറിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ ഒരു ഇത് ഹ്യൂമിലിറ്റി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഇത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വൺസ് ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ ആളുകൾ ഒന്ന് ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്ത് നോക്കാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നിലേ പോവുള്ളൂ, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറയും. അത് ശരിയാണോ? ശരി തന്നെയാണ്. അതൊരു പരിധി വരെ ശരിയാണ്. ബിക്കോസ് ഈ നമ്മൾ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യണ്ടേ. അസുഖങ്ങൾ ഞാൻ പറഞ്ഞു ഡയബറ്റീസിൽ ക്യൂർ ഇല്ല, നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബ്ലഡ് പ്രഷറുള്ള ഒരാൾ, മഞ്ജു എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടറെ ബ്ലഡ് പ്രഷറുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റുമോ? മഞ്ജുവിന് അറിയാം അത് നിർത്താൻ പറ്റില്ല, ഗുളിക കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് നിർത്തി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ പിന്നെയും കൂടും. അതേപോലെ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഹൃദ്രോഗമുള്ള ഒരാൾ, ഓക്കെ, അവർ ബ്ലഡ് തിന്നേഴ്സ് എടുക്കണു, മീൻസ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടിരിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ, അത് കണ്ടിന്യൂ ചെയ്യണം. നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ഹാർട്ട് അറ്റാക്ക് വരും. അല്ല, വൺസ് ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ഇപ്പം ഒരു കാർഡിയോളജി പ്രശ്നം ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ ഡയബറ്റീസ് പോലെ BP പോലെ കൊളസ്ട്രോൾ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അത് നമ്മൾ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിത്തൗട്ട് മെഡിസിൻ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സാധ്യത കുറവാണ് മഞ്ജു. ബിക്കോസ് നമ്മൾ ഗുളിക നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ഇത് പഴയ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മെഡിക്കൽ മീൻസ് മരുന്നുകൾ വളരെ ആവശ്യമാണ്. മരുന്ന് ഇല്ലാണ്ട് ചിന്തിക്കുന്നത് അത് നല്ലതല്ല. അങ്ങനെ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഓക്കെ, വന്നു, ആരുടെയും തെറ്റല്ല, വന്നു, ഇനി നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യുക. അത് നമ്മുടെ കൺട്രോളിലാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വരാനിരിക്കുന്നത് വഴി തടയില്ല, എപ്പോഴെങ്കിലായിട്ടും വരും. ഇനി പക്ഷേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാം. അത് നമ്മൾ നന്നായിട്ട് ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ് ഇത്. പക്ഷേ ഞാനിത് എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ആൾക്കാർ കൂടുതലും ഇതെങ്ങനെ മരുന്നില്ലാണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എന്തോരം എഫേർട്ടാണ് ഇതിന് ചെയ്യുന്നത്. അത് ഇനി എന്തോ ഈ ഒരു ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതിൻ്റെ ഒന്നും അങ്ങനെ ഒരുപാട് വേറെ മെഡിസിൻസ് ഉണ്ട്. അതായത് വെയിറ്റ് ഉള്ള ഓവർ വെയിറ്റ് ഉള്ളവർക്കാണല്ലോ കൂടുതൽ ഡയബറ്റീസ് വരിക. അതുകൊണ്ട് വെയിറ്റ് ലോസിന് എന്ന് പറഞ്ഞ് വരുന്ന കുറെ ന്യൂ ഏജ് മെഡിസിൻസ് ഉണ്ട്. അത് അങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടറെ അടുത്ത് ആളുകൾ വരാറുണ്ട്. ഈ വെളുക്കാൻ തെച്ച് പണ്ടെന്ന് പറഞ്ഞ പോലെ ഇരട്ടി പണിയായിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത്. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻ എന്താ അങ്ങനത്തെ മെഡിസിൻസ് എടുക്കുന്നത്? ഇപ്പം ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇൻഡ്യൂസ് ഡിലി എന്ന് പറയും, ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി, ഡ്രഗ് ഇൻഡ്യൂസ് കിഡ്നി ഇഞ്ചുറി, എന്തോരം ആൾക്കാർ ഞങ്ങൾ കാണുന്നു ഈ ഇങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റ് ഒരു മീൻസ് ഫാൻസി മരുന്നുകളൊക്കെ എടുത്ത്, മീൻസ് ഒരു എവിഡൻസും ഇല്ലാത്ത മരുന്നുകൾ എടുത്തെടുത്ത് ഒരു അവയവങ്ങൾ ഇതായിട്ട് പിന്നെ എത്രയോ പേഷ്യൻസ് കാണുന്നു. അതിന് പക്ഷെ ഇതല്ലാണ്ട് ഇത് ഗുളികകളാണല്ലോ, അതല്ലാണ്ട് വേറെ കുറെ റെമഡീസ് നമ്മൾ ചെയ്യും. ഈ ഫെന്യൂഗ്രീക്ക് സീഡ്സ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കുക, നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക, ഷുഗർ ഉള്ള ആളുകൾ. അതുപോലെ ഇപ്പോൾ ഡോക്ടറിൻ്റെ പേരയ്ക്ക ഭയങ്കര നല്ലതാണെന്ന് പറയും, പക്ഷെ പേരക്കയുടെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇതുകൊണ്ടൊക്കെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഒരു സ്പൈക്ക് കൺട്രോൾ ആവും? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു ഉലുവ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അത് ഇത് എടുത്തുകൊണ്ട് അതിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ട് ഒന്നും ഡയബറ്റീസ് മാറാനും പോകുന്നില്ല. സോ അതിലൊന്നും വലിയ കാര്യം. ബട്ട് ഉലുവ ആസ് സച്ച് ഇറ്റ്സ് എ ഗുഡ് തിങ്. ലോട്ട് ഓഫ് ഫൈബർ ഉണ്ട്. അപ്പോൾ ഉലുവ നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് കുറേ കൂടെ ഫൈബർ ഉള്ളത്. അതുപോലെ നമ്മുടെ ലേഡീസ് ഫിംഗർ ഇങ്ങനത്തെ കുറേ സാധനത്തിനകത്ത് ഫൈബർ ധാരാളം ഉണ്ട്, ഉലുവ മാത്രമല്ല. ബട്ട് ഉലുവ തീർച്ചയായിട്ടും നല്ലൊരു ഇത് തന്നെ. നമുക്ക് കൂടുതൽ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പൊതുവേ നല്ലതാണ്. ഷുഗർ കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, ഇതൊക്കെ നല്ലതാണ്. എന്ന് പറഞ്ഞ് ഷുഗർ അത് ഉലുവ മാത്രം കഴിച്ചുകൊണ്ട് ഷുഗർ മാറുമോ അല്ലെങ്കിൽ മറ്റേത് കഴിച്ചുകൊണ്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ഡോക്ടർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യോ? നോട്ട് മച്ച്, ആവശ്യത്തിന്. എന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദർ ഇസ് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഡോക്ടർ കണ്ടിട്ടുള്ള മണ്ടത്തരങ്ങളുണ്ടല്ലോ റിലേറ്റഡ് ടു ഡയബറ്റിസ്. ഡു യു റിമെമ്പർ എനി? ഇതെന്ത് പൊട്ടത്തരായി പറയണേന്ന് തോന്നിയിട്ടുള്ള സാധനം? എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് 99% ഇതാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. അതല്ല മീൻസ് സോ വെൻ യു ഹാവ് എ പ്രോപ്പർ ഒരു അതോറിറ്റി സ്പീക്ക്. അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്കും അറിയാം ഒരു അതോറിറ്റി ആരാണ്, ആൻഡ് ഒരു പരിധിവരെ ജനത്തിനും അറിയാം ഇതാരാന്ന്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഔട്ട് ഓഫ് കമ്പൾഷൻ കുറേ സാധനങ്ങൾ ഇതിനകത്ത്. ആൻഡ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കുറേ നല്ല മീൻസ് ഇൻഫർമേഷൻ കിട്ടും, കുറേ നല്ല ഇൻഫർമേഷൻ കിട്ടും. സോ യു ഹാവ് ടു വീഡ് ഔട്ട് മറ്റേ ട്രാഷ് ഫ്രം ഗുഡ് ഇൻഫർമേഷൻ. അത് ഒരു ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. നമുക്കറിയാം ആരാ വാലിഡേറ്റ്, ആരാ പ്രോപ്പറായിട്ട് ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ തരണേ, ആരാണ് നോൺസെൻസ് എന്ന് പറയണതെന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കുറേ വ്യൂസ് ഉണ്ടാവും. അതിൽ ഏറ്റവും വാലിഡേറ്റഡ് ആയിട്ടുള്ള വ്യൂസ് എടുക്കുക. അത്ര മണ്ടത്തരായിട്ട് തോന്നിയില്ല, ബ്ലണ്ടറായിട്ട് തോന്നിയിട്ടില്ല എന്തെങ്കിലും കാര്യം? കുറേ ഉണ്ട്. മഞ്ജുവിന് തന്നെ അറിയാം എന്തോരം. അതിപ്പം മറ്റേ ഈ ഷുഗർ ഇത് ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുക, യു ബ്രിങ് ദിസ് ഡൗൺ. അതേപോലെ എന്തൊക്കെയോ മറ്റേ മധുരങ്ങൾ, മറ്റേ കൊളസ്ട്രോൾ. ആക്ച്വലി സ്പീക്കിംഗ് ഇത് വെറുതെ ഡോക്ടർമാരും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഒരു കൊല്യൂഷനാണ്. ആക്ച്വലി കൊളസ്ട്രോൾ നല്ലതാണ്, നിങ്ങൾ കൊളസ്ട്രോൾ കൂടുതൽ എടുത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇതാണ്. പിന്നെ ഡയബറ്റീസിനെ ഞങ്ങൾ റിവേഴ്സ് ചെയ്ത് തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം. ഞാൻ തുറക്കുമ്പോൾ ഇതാണ് 9 out of 10 is all hogwash. മീൻസ് ഒരു ഉപയോഗമില്ലാത്ത സാധനം. ബട്ട് I've seen some beautiful commentaries or beautiful coverages of various topics. അതുകൊണ്ട് ഈ ഒരുപാട് നമ്മൾ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലാണ്ട് ന്യൂ ഏജ് ഡയറ്റുകൾ കുറേ ഉണ്ടല്ലോ. കീറ്റോ ഡയറ്റ്, എക്സ്ട്രീം ഫാസ്റ്റിംഗ്, പിന്നെ ഫ്രൂട്ട് ഡയറ്റ്, വാട്ടർ ഡയറ്റ്, ഇതൊക്കെ നല്ലതാണ് ശരീരത്തിന്? സം ഓഫ് ഇറ്റ് ഇസ് ഗുഡ്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഒരു പരിധിവരെ അങ്ങനെ മോശമെന്ന് പറയരുത്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി സൂപ്പർവൈസ്ഡ്. ബിക്കോസ് ഒരു പരിധി വിട്ട് കീറ്റോസിസിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. സോ ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ എൻ എക്സ്പേർട്ട്, ഒരു എക്സ്പേർട്ട് ന്യൂട്രീഷൻസിന് ഗൈഡ് ചെയ്യാം. അപ്പം എക്സ്ട്രീം സ്റ്റാർവേഷൻ ഇതൊക്കെ സർട്ടൻ കേസിൽ അണ്ടർ സൂപ്പർവിഷൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ബട്ട് നോട്ട് ബൈ യുവർ സെൽഫ്. തന്നെ ഒരു തീരുമാനങ്ങളെടുത്ത് തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. യു ഫൈൻഡ് എൻ എക്സ്പേർട്ട് ആൻഡ് ദേ വിൽ ഗൈഡ് യു. ഫ്രൂട്ട് ഡയറ്റ് ആണെങ്കിലോ? എല്ലാം എല്ലാത്തിനും അതിൻ്റെതായ റോളുണ്ട്. ബട്ട് നോട്ട് ഇപ്പോൾ ഒരു പ്രമേയ രോഗിക്ക് ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് ഗിവിംഗ് പോയിസൺ ടു ദാറ്റ് പേഷ്യന്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് അല്ല. പക്ഷെ അപ്പം നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ അവർ ഫ്രൂട്ട്സ് ആണല്ലോ കഴിക്കുക. പക്ഷെ നമ്മൾ പറയുമല്ലോ ഒരു മനുഷ്യന് ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി എന്ന്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു കൺട്രോൾ ഇതൊന്നുമില്ല. ഇപ്പം ഒരു നോർമൽ പേഴ്സണിന് ഒരു ഫ്രൂട്ട് ഡയറ്റ് എടുക്കണോണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം 3 ദിവസം ഫ്രൂട്ട് മാത്രം കഴിച്ചുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാൻക്രിയാസിന് ഇറ്റ് ഹാസ് എനോമസ് കപ്പാസിറ്റി. ഇതെല്ലാം 10 ഇരട്ടി ഇതെടുത്താലും അത് ടേക്ക് കെയർ ചെയ്യും. അങ്ങനെയാണ് ദൈവം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നേരെ മറിച്ച് അത് ഫെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ
അത് ഫെയിൽ ചെയ്തിരിക്കും. അപ്പോൾ പിന്നെ ഫ്രൂട്ടൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഡയബറ്റിസ് ഡേയിലാണ്. ഡയബറ്റിസ് ഡേനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്തുകൊണ്ടൊരു ഡയബറ്റിസ് ഡേ നമ്മൾ ആചരിക്കേണ്ടി വരുന്നു, ആൻഡ് വാട്ട് ഇസ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റസ് ഇൻ ഡയബറ്റിസ്, ആൻഡ് ഈ പ്രാവശ്യത്തെ തീം എന്താണ്? ഈ വേൾഡ് ഡയബറ്റീസ് ഡേ എന്ന് പറയുന്നത് ഒരു ഫിഗറേറ്റീവ്, ജസ്റ്റ് ഫോർ അസ് ടു റിമെമ്പർ ദാറ്റ് പല ഡേയ്സ് അല്ലേ. അപ്പോൾ ഇത് എന്തിന് ഈ ഇപ്പോൾ നമ്മൾ ആൻഡ് ഐ ഫീൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് ഇൻ എ ഇയർ വി തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യുമ്പം ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ദി ഇൻ്റർനാഷണൽ ഡയബറ്റിക് IDF എന്ന് പറഞ്ഞ മീൻസ് ഹോൾ വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു ഫെഡറേഷനാണ് ഇന്ത്യൻ ഡയബറ്റിക് ഫെഡറേഷൻ, IDF. അപ്പോൾ IDFൻ്റെ ഈ വർഷത്തെ സ്ലോഗൻ ഇസ് ഡയബറ്റീസ് ആൻഡ് വെൽബീങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ലോഗനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വെൽബീയിങ് എന്ന് ഉദ്ദേശിച്ചത് അവർ വേറൊരു റെലം, വേറൊരു ഡയമെൻഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ആൻഡ് മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മളെങ്ങനെ ഒരു പ്രമേയ രോഗിനെ നമ്മൾ കാണുന്നു, അവരെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന് ഇപ്പം ഒരു എംപ്ലോയറായിട്ടും അല്ലെങ്കിൽ ഒരു കോവർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തലവനോ ഹെഡായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രമേയ രോഗി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റിഗ്മറ്റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രമേയ രോഗിയാണ് അങ്ങനെ അത് ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ ഷുഗർ ഇടയ്ക്ക് ഇറങ്ങിപ്പോവും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത്. അപ്പോൾ എപ്പോഴും നമ്മൾ അവരൊരു ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും കാണുക. അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റവർക്ക് കൊടുത്തോളൂ, അവരെ മാറ്റി നിർത്തുക. അപ്പോൾ ആ ഒരു ഇത് മാറി അവരെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ പ്രമേയ രോഗികൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവരെ കേറ്റർ ചെയ്യാനായിട്ട് നമ്മൾ തിങ്സ് ഹാവ് ടു ചേഞ്ച്. ബി ഇറ്റ് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ട് മീൻസ് ഇൻഡിവിജ്വലായിട്ടും ഒരു സൊസൈറ്റി ലെവലിലും ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ അതായിട്ടും എന്തിന് ഗവൺമെൻറ് ഓൾസോ ഷുഡ് കം കുറേ കൂടെ സെൻസിറ്റീവ് ആവണം. ആൻഡ് ഇവർക്ക് ഫോർ എക്സാമ്പിൾ വി ഷുഡ് അലൗ ദം കുറേ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് വേണ്ടതായിരിക്കും. അപ്പോൾ അതെങ്ങനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? മീൽസ് ഓൺ ടൈം, ഹെൽത്തി മീൽസ്. ഇപ്പം നമ്മൾ പല കാഫറ്റീരിയസിലും പോകുമ്പം ഒരു ഹെൽത്തി ഓപ്ഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മുടെ ബേക്കറിയിലൊക്കെ എന്താ പോയി നമുക്കൊന്നില്ലെങ്കിൽ പഴംപൊരി, വട, ഇതൊന്നും പ്രമേയ രോഗിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. സോ അവർക്കൊരു സ്പെഷ്യൽ ഒരു അറേഞ്ച്മെൻറ്റ്, സംതിങ് ദാറ്റ് ഈസ് ദെയർ ഫോർ ദെം ഓൾസോ. അങ്ങനെ വേണ്ടി വരും, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എൻ ഇൻക്ലൂസീവ് കൈൻഡ് ഓഫ് വേൾഡ് ദാറ്റ് വി ഷുഡ് ലിവ് ആൻഡ് വി ഷുഡ് ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ബിക്കോസ് നമ്മൾ മുന്നോട്ട് പോകുന്തോറും പ്രമേയ രോഗിയുടെ ഇപ്പോൾ എന്തിനാ കേരളത്തിൽ 25% ആൾക്കാർക്ക് പ്രമേയം ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇത് ഇടയ്ക്ക് വന്ന ഡേറ്റ 25% എന്ന് പറഞ്ഞാൽ 4-1. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും ഒരു ചായ കാപ്പി കുടിക്കാൻ പോകുമ്പം ഞാൻ പലപ്പോഴും പറയണം എനിക്ക് ഷുഗർ സെപ്പറേറ്റ് വേണം പ്ലീസ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ എന്താ പറഞ്ഞാൽ എല്ലാത്തിലും ഷുഗർ കലക്കി ഇതുണ്ട്, വൺ സൈസ് ഫിറ്റ്സ് ഓൾ, ഇത് ബുദ്ധിമുട്ടാണല്ലോ. സോ അതൊരു ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ അതേപോലെ പിന്നെ മെൻ്റൽ ഹെൽത്ത് മീൻസ് ഈ പ്രമേയ രോഗികളെ നമ്മൾ മനസ്സിലാക്കി ഇവരൊക്കെ ഡിസ്റ്റർബ്ഡ് ആൾക്കാരാണ്, പല ലെവലിലായിരിക്കും. മീൻസ് ഇപ്പം ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആവുന്നില്ല, കുറേ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും മെൻ്റലി ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആരും അവരുടെ ആ മെൻ്റൽ സ്ഫിയർ അല്ലെങ്കിൽ ആ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചു, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, നമ്മൾ ഫുഡിനെ കുറിച്ച്. പക്ഷേ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ മെൻ്റൽ മേക്കപ്പ്. ബിക്കോസ് സ്ട്രെസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഫുഡൊക്കെ പിന്നെ വേറെ അതൊന്നും ഒരു വിഷയമല്ല. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം, ബിഗ്ഗസ്റ്റ് പോയിസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്, നമ്മുടെ മെൻ്റൽ മേക്കപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെ അത് ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമേയ രോഗിയുടെ അടുത്ത് സോ ഹൗ യു ഫീലിംഗ്, ഡു യു ഫീൽ സാഡ്, ഡു യു ഫീൽ, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ എന്താണ് എനിക്ക് വട്ടുണ്ടോ എന്നുള്ള ഒരു ഇതാണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ള. പക്ഷെ അതല്ല, വി ആർ ഹൗ ടു. സോ വി ആർ ഓൾസോ ഇപ്പോൾ ആസ് എ മെഡിക്കൽ ഫ്രട്ടേണിറ്റി ഞങ്ങളിത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. വി ആർ ആക്ച്വലി സോഫ്റ്റ് ഫുട്ടഡ് അറൗണ്ട് ദിസ്, വി ആർ ടിപ് ടോയിങ്, വി ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച്. ബട്ട് ഞങ്ങൾക്കറിയാം ഇത് വലിയൊരു ഘട്ടമാണ് ഇതിൻ്റെ, ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു അഡ്രസ് ഇറ്റ്. സോ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക്. ബിക്കോസ് അതാണ് ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ് എന്ന് പറഞ്ഞൊരു സ്ലോഗൻ. മീൻസ് ഇത് ഓരോ, അപ്പം ഉദാഹരണത്തിന് ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ എ ഡയബറ്റിക് പേഷ്യൻറ്റ്, അതും ഈ വെൽനെസ്സിൽ പെടും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യുന്നു, ഇപ്പം മിക്കവാറും വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് നമുക്ക് വെയിറ്റ് ലോസിന് മീൻസ് നന്നായിട്ട് പിച്ച് ചെയ്യണം ഇവരുടെ അടുത്ത്. മീൻസ് വി ഹാവ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ്. എളുപ്പമല്ല ഒരു ഇതേപോലെ ഒരു പ്രമേയ രോഗിയുടെ അടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ പറയുക ആൻഡ് ഹൗ ടു എന്നൊക്കെ എന്നുള്ള ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇവരെ കൊണ്ട് അത് കൺവിൻസ് ചെയ്യുക, പിന്നെ അത് റീഇൻഫോഴ്സ് ചെയ്യുക. അപ്പോൾ അപ്പോൾ അവിടെ ആ ഒരു സ്റ്റേജ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഒരു കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു ചെറിയ ആരംഭം തുടങ്ങി, അല്ലെങ്കിൽ ന്യൂറോപ്പത്തി, കാലിൻ്റെ സ്പർശന ശക്തിയൊക്കെ ചെറുതായിട്ട് ഫെയിൽ ചെയ്ത് തുടങ്ങി, പുകച്ചില്ല, അത് അങ്ങനെ. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ കണ്ണ് റെറ്റിനോപ്പത്തി ഉണ്ട്, അത് ഫ്രീക്വൻറ്റ്ലി സ്ക്രീൻ ചെയ്യണം, അല്ലെങ്കിൽ അന്ധതയിലേക്ക് പോവും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വന്നു, പിന്നെ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ ആ ഒരു ഇതും കൂടിയാണ് ഈ ഒരു വർഷത്തെ ഈ ഡയബറ്റീസ് ആൻഡ് വെൽനസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം എൻകംപസ് ചെയ്യും. മെൻ്റൽ ഹെൽത്ത് വരും, നമ്മുടെ വർക്ക് പ്ലേസിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ നമ്മൾ ഓരോ സ്റ്റേജിലും എങ്ങനെ കൈപിടിച്ച് അവരെ കൊണ്ടുപോകുന്നു, ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? ഒരൊറ്റ ടാബ്ലറ്റിൽ ഡയബറ്റിസ് ഉള്ള ആളുടെ ഡയബറ്റിസ് മൊത്തം മാറ്റിപ്പറിക്കാവുന്ന രീതിയിലേക്കൊക്കെ പോകും? മഞ്ജു, ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഒരു ചോദ്യം വരുമെന്ന്. പക്ഷേ വാസ്തവത്തിൽ അതിൽ തന്നെ ഉത്തരം ഉണ്ട് ആക്ച്വലി. അല്ല, അങ്ങനെയല്ല, ഓൾറെഡി വന്നു. സി, ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രമിസ് എന്താ? അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വണ്ണം. ഇതൊക്കെ ഇപ്പോൾ പ്രമേയം എന്ന് പറയുമ്പോൾ വണ്ണം ഈക്വലി അതിനകത്ത് ഒരു ഇതാണ്, ഒരു പാർട്ട് ഓഫ് ഡയബറ്റീസാണ്. അപ്പോൾ ഈ നമ്മൾ വണ്ണം എന്ന് പറയുന്നത് ചിലപ്പം കാണുമ്പോൾ വണ്ണമല്ല, കുടവയറൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. സോ ഈ വണ്ണത്തിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ തകർക്കാം, മീൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഈ പുതുതായിട്ട് നൂതനമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് ചോദിച്ചു മഞ്ജു. ഇപ്പം ഈ മൂഞ്ചാറോ എന്ന് പറഞ്ഞ മരുന്ന്, ഒസംപിക് എന്ന് പറഞ്ഞ മരുന്ന്, ഇപ്പം അമേരിക്ക തൊട്ട് വെസ്റ്റ് യൂറോപ്പ് തൊട്ട് എല്ലാ രാജ്യത്ത്, ഇന്ത്യയിൽ എല്ലാവരും സംസാരിക്കുന്ന ഒരു ഇതാണ് ഈ ഇങ്ങനത്തെ മരുന്നുകൾ. ഒരു ഇഞ്ചക്ഷൻ ആഴ്ചയിൽ എടുക്കുന്നത് വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു, 15%, 20% കുറയുന്നു. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ഞാനിപ്പം എൻ്റെ പ്രാക്ടീസിൽ കണ്ടുവരുന്നത്, ഈ വണ്ണമുള്ള ആൾക്കാർ ഇത് എടുക്കുമ്പോൾ അവർ നല്ലൊരു ഭാഗം ഡയബറ്റിക്കുമാണ്. പക്ഷേ ഇത് എടുത്തു തുടങ്ങിക്കുമ്പോൾ ബാക്കി മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇഞ്ചക്ഷനിൽ. അപ്പോൾ ഇതുവരെ എടുക്കുന്നത് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാനുമാണ്, എന്നാൽ ഡയബറ്റീസ് മരുന്നുകൾ ഓരോന്നൊന്നായി നമുക്ക് നിർത്താനും പറ്റുന്നുണ്ട്. ഇൻസുലിൻ നിർത്തി, മരുന്ന് നിർത്തി. ഇതിപ്പോൾ ഇന്നലെ എൻ്റെ ഒരു പേഷ്യൻറ്റ് ഇപ്പം വേറെ ഡയബറ്റീസ് വേറെ മരുന്നുകളൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഇഞ്ചക്ഷൻ വീക്ക്ലി വൺസ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, അഡ്വാൻസ് അല്ല, ഇനി മുന്നോട്ട് ഇങ്ങനത്തെ ഒരു ചികിത്സാ രീതികളായിരിക്കും. ചിലപ്പോൾ ഒറ്റൊരു ഇതിൽ ഡയബറ്റീസ് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാനും അങ്ങനെ കുറേ. പിന്നെ ഇൻഹെയിൽഡ് ഇൻസുലിൻ നമുക്ക് ഇനി അഥവാ നമ്മൾ പറഞ്ഞു ഇതൊക്കെ വണ്ണമുള്ള ആൾക്കാരും ഏർലി, ഇപ്പം നമ്മൾ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഏർലി ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ ഇത് ചെയ്യാം. ബട്ട് ഇവോൾവ് ഡയബറ്റിക്സിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ റോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇൻഹെയിൽഡ് ഇൻസുലിൻ വന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാനുള്ള ഇൻസുലിൻ വന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇത്. അപ്പോൾ പിന്നെ ചിലപ്പം ഈ ഇൻസുലിൻ 4 നേരം എടുക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഇനി വളരെ സൂൺ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആദ്യം താമസമില്ലാണ്ട് ഇവർ ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷനും ബാക്കി ഇൻഹെയിൽ എടുക്കുന്ന പോലത്തെ ഒരു യുഗത്തിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പം വളരെ സിമ്പിളായി പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഈ കോംപ്ലെക്സ് ഫോംസ്. അപ്പോൾ അങ്ങനെ കുറേ നൂതനമായിട്ടുള്ള ബ്രേക്ക് ത്രൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ളപ്പോൾ ഡോക്ടർ ന്യൂ ഏജ് മെഡിസിൻ എന്ന് പറഞ്ഞ ഈ മെഡിസിൻ ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം ആ മെഡിസിൻ? അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്? ഈസ് ഇറ്റ് എക്സ്പെൻസീവ്? ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, പക്ഷേ അതിൻ്റെയൊക്കെ വില സൂൺ കുറയും. ഇൻ ദ സെൻസ് ഇന്ത്യയിൽ സം ഓഫ് ദീസ് തിങ്സ് വിൽ ബി മെയ്ഡ്, സം ഓഫ് ദീസ് ഏജൻറ്റ്സ് വിൽ ബി മെയ്ഡ്. ഇന്ത്യൻ കമ്പനീസ് ഉടനെ വിത്തിൻ സം മന്ത്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം കോസ്റ്റ് 4-1 മാറും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓറൽ ഫോം ഉണ്ട്, അത് ഏകദേശം 10,000 rupees വരും ഒരു മാസം. അതിൻ്റെ ഇഞ്ചെക്റ്റബിൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഈ മൂഞ്ചാറോ അതൊക്കെ ഒരു 14,000-15,000 rupees വരും റഫ്ലി. പിന്നെ പെർ മന്ത് ഈ 10,000 rupees ഞാൻ പെർ മന്താണ് പറഞ്ഞത്. അപ്പോൾ ഈ 10,000 rupees ഓറൽ ഇത് മിക്കവാറും കുറച്ച് മാസങ്ങളിലുള്ളൂ അത് ഒരു 3,000, 2,500, 3,000 rupees വരും. ഈവൻ ഇൻക്ലൂഡിങ് ബാക്കിയുള്ള മരുന്നുകൾ ഈ 16,000-ൻ്റെയും ഒരു വിത്തിൻ നോ ടൈം ഇതിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കുറയും. സോ ദിസ് വിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ചികിത്സാ രീതി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവർക്കും അല്ല,
അത് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ നൂതനമായിട്ടുള്ള ഇൻസുലിനുകൾ വരുന്നുണ്ട്, ഇൻഹെയിൽഡ് ഇൻസുലിൻസ്, അങ്ങനെ കുറേ പുതിയ പുതിയ ചികിത്സാ രീതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഈ ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അടുത്ത് വന്നതിനും എൻ്റെ എല്ലാ മണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിനും താങ്ക് യു സോ മച്ച്. എൻജോയ്ഡ്. താങ്ക് യു മഞ്ജു.